കൗതുകങ്ങളുടെ ഒരു പെൺകുട്ടിക്കാലമുണ്ട് നമുക്ക്. പ്രണയത്തിന്റെ ഒരു പെൺകുട്ടിക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നീട് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ രൂപപ്പെടുന്ന ഒരു കാലമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്ന, ജീവിതത്തിൽ ഗൗരവമായ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന, അവിടെ നമുക്ക് വിഷാദമുണ്ടാകാം, അവിടെ നമുക്ക് വിരഹമുണ്ടാകാം, അവിടെ നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകാം. അതിൽ കൂടെയൊക്കെ നമ്മൾ രൂപപ്പെടുകയാണ്. നമ്മുടെ പെൺകുട്ടിക്കാലത്തിൽ നിന്നും നമ്മളൊരു സ്ത്രീ ആവുകയാണ്. പിന്നീട് ഒരു ധീരയായ ഒരു വനിതയായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്നത് ജീവിതത്തിലെ ചില നിർണായക തീരുമാനങ്ങളിൽ. ഉൾക്കരുത്താണ് ദമയന്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നളൻ ജീവിതത്തിൽ തകർന്നു പോയ ഒരു മനുഷ്യനാണ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. പക്ഷെ അവിടെയൊക്കെ നളനെ പിടിച്ചു നിൽക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു വലിച്ചു കൊണ്ടുവന്ന ഒരു ധീരയായ കഥാപാത്രമാണ് ദമയന്തി എന്ന് പറയുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളെയും ദമയന്തിയിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഒരു മുഗ്ധയായ നായികയിൽ നിന്നും ഒരു ധീരയായ നായികയിലേക്കും, അവിടെ നിന്നും ഒരു പ്രൗഢയായ നായികയിലേക്കും ദമയന്തി വികാസം പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പൂർണ്ണ കഥാപാത്രമാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് തൻ്റെ തന്നെ ഭാവമായി ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് ദമയന്തി.